കലിപ്പൻ ബോസും ഓഫീസ് സ്റ്റാഫും. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അബു അബു എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് റിസാൻ തന്റെ ക്യാബിൽ നിന്ന് അലറി. തന്റെ മുന്നിലുള്ള കോളിംഗ് ബെല്ലിൽ ശക്തിയോടെ 2 പ്രാവശ്യം പ്രസ് ചെയ്തു. വർക്ക് ഹാളിൽ നിരനിരയായിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ എത്തിക്കുകയായിരുന്നു. അപ്പോൾ അബു MD ദേഷ്യത്തിലാണല്ലോ. ഏയ് അബു, നിന്നെ MD വിളിക്കുന്നു. MDയുടെ ക്യാബിന്റെ സമീപത്ത് നിന്ന് ശബ്ദം കേട്ട ഏതോ സ്റ്റാഫ് ആ സന്ദേശം കൈമാറി. ഒടുവിൽ അത് അബുവിന്റെ ചെവിയിലെത്തി. അബു ഓടി MDയുടെ ക്യാബിനിൽ ചെന്നു. എന്താ സർ? അബു, ആ ഫറാനെ എന്റെ ക്യാബിലേക്ക് വരാൻ പറയൂ. ശരി സർ. അബു വേഗം ഫറാന ജോലി ചെയ്യുന്ന ടേബിൾ മുമ്പിലെത്തി. ഫറാന വേണം, റിസോ സാറ് വിളിക്കുന്നുണ്ട്, വേഗം ചെല്ലാൻ പറഞ്ഞു. നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നു. കലിപ്പിലോ? എന്തു പറ്റി? അറിയില്ല, കോളിംഗ് ബെല്ല് അടിച്ചുകൊട്ടി അലറിക്കൊണ്ടാണ് വിളിക്കുന്നത്. കയ്യിലൊരു ഫയലും ഉണ്ട്. എൻ്റെ റബ്ബേ, ഇന്നലെ വൈകിട്ട് ആ ജർമ്മനിക്ക് അയക്കേണ്ട കൊട്ടേഷനിൽ ചാർട്ടൊക്കെ റെഡിയാക്കി MDയുടെ മേശമേൽ വെച്ച്. അതിനുപോലെ തെറ്റും സംഭവിച്ചോ? ഞാൻ ഒരുപാട് പ്രാവശ്യം ചെക്ക് ചെയ്ത് കൺഫേം വരുത്തിയതാണല്ലോ. അതിൽ റോങ് ആയിട്ടൊന്നുമില്ല. എന്നിട്ട് എന്താ സംഭവിച്ച്? അവൾ ആ ആത്മവിശ്വാസത്തോടെ തന്നെ റിസ്വാന്റെ ക്യാബിനിൽ ചെന്നു. എന്താ സാർ? എന്താ സാറെന്നോ? ഇതിന് എന്തിനുള്ള? അതും പറഞ്ഞുകൊണ്ട് റിസ്വാൻ തന്റെ കയ്യിലുള്ള ഫയൽ മേശമുകളിലേക്ക് വലിച്ചെറിഞ്ഞു. ഫറാന വേഗം MD വലിച്ചെറിഞ്ഞ ഫയൽ എടുത്ത് വിടർത്തി നോക്കി. അവൾക്കതിലെ തെറ്റുകൾ കണ്ടുപിടിക്കാനായില്ല. സർ, ഇതിലെന്താ തെറ്റുപറ്റിയത്? അതിലുള്ള അക്കങ്ങൾക്കും അക്ഷരങ്ങൾക്കും അല്ല തെറ്റുപറ്റിയത്. ഈ കമ്പനിയുടെ ചീഫ് സൂപ്പർവൈസറായ ഫറാനക്ക, അതായത് നിനക്ക്. ചുണ്ടുകൾ വൈകൃതമാക്കി അല്പം മടക്കി റിസ്വാൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തിന് തൊട്ടുമുമ്പിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ തീ ചിതറുന്നുണ്ടായിരുന്നു. അതിന്റെ തീക്ഷ്ണത താങ്ങാനാവാതെ അവൾ ചോദിച്ചു, എനിക്കെന്ത് പറ്റി സർ? സാരെന്തോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് ഓഫീസ് ടൂർ അതിന്റെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും പോസ്റ്റ് ഇടുകയും ചെയ്യുന്നുള്ള താല്പര്യം. ഓഫീസിലെ ജോലിയും മറ്റൊക്കെ നിനക്ക് ഹോബി മാത്രമാണല്ലോ. തന്നെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന കണ്ടപ്പോൾ ഫറാനക്ക് സഹിച്ചില്ല. അല്ല സർ, ഈ കമ്പനിയാണ് എനിക്കെല്ലാം. ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുന്നത് ഞാൻ സിൻസിയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സാറ് കുറച്ച് പേഷ്യൻസ് കാണിച്ച് സൗമ്യമായ ഭാഷയിൽ എനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഫറാന, പേഷ്യന്റ് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ പ്രയോഗിക്കേണ്ടതുള്ളൂ. ഇവിടെ നീ കമ്പനിക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർ, അതെന്താണെന്ന് വ്യക്തമായിട്ട് പറയും. സാർ എഴുതുന്ന കൊട്ടേഷൻ വെറും പ്രിന്റാക്കുക മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആരെങ്ങനെ ഇതുകൊണ്ട് കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കും? ആൾക്കാരച്ചിലിന്റെ വക്കോളം എത്തി. അത് കണ്ടപ്പോൾ റിസ്വാൻ കുറച്ച് ശാന്തനായി. ഫറാന, ഈ ഫയൽ എന്റെ മുമ്പിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒക്കെ ഞാൻ തന്ന രീതിയിൽ എഴുതി പിടിപ്പിച്ച് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാനല്ലേ പറഞ്ഞത്. ഇത് ഇന്നലെ തന്നെ അയച്ചിരുന്നെങ്കിൽ അത്രയും സമയം അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടുമായിരുന്നു. ഈ വരുന്ന 7-ാം തീയതി ആ പ്രൊജക്ടിന്റെ കൊട്ടേഷൻ കൺവേ ആവുന്നു. അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. എന്തെങ്കിലും എഡിറ്റിങ്ങോ തിരുത്തലുകളോ മറ്റോ ചെയ്യണമെങ്കിൽ ഇന്നലെ വൈകിട്ട് അയച്ചിരുന്നെങ്കിൽ നമുക്ക് അത്രയും സമയം ലഭിക്കായിരുന്നു. സാറ് ചെക്ക് ചെയ്യാതെ ഞാനിങ്ങനെ അയക്കുമെന്ന് വിചാരിച്ചായിരുന്നു. വീണ്ടും ഒരേ കാര്യം പറയില്ലേ? ഞാൻ റഫ് തയ്യാറാക്കി തന്നില്ലേ, പിന്നെ എന്ത് ചെക്ക് ചെയ്യാനാ? ഫറാന സ്വന്തമായിട്ടാണ് ആ കൊട്ടേഷൻ തയ്യാറാക്കുന്നെങ്കിൽ ഞാനൊന്ന് ചെക്ക് ചെയ്ത് വെക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടാകുമായിരുന്നു. ഇവിടെ അതില്ലല്ലോ. സോറി സർ. ആൾ ക്ഷമ ചോദിച്ചു. എന്ത് സോറി? ഫറാന, നമുക്ക് നഷ്ടമായ 10 മണിക്കൂർ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാ. ഏതായാലും ഇനി വഹിക്കണ്ട. ഇത് എത്രയുമേ ഫോർവേഡ് ചെയ്യുക. അതും പറഞ്ഞ് റിസ്വാൻ ആ ഫയൽ അവളെ ഏൽപ്പിച്ചു. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. പൊട്ടിയൊഴുകാൻ ശ്രമിക്കുന്ന ഒരു സാഗരം ആ കണ്ണിൽ നിറഞ്ഞ അവൻ കണ്ടു. ഓക്കെ സർ. ഷാൾ കൊണ്ട് കണ്ണീരൊപ്പി അവളത് വാങ്ങി ക്യാബിൽ നിന്ന് പുറത്തിറങ്ങവേ, ഫറാന, സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ക്യാബിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. വേണ്ടായിരുന്നു. നല്ല സ്മാർട്ട്നെസ് ഉള്ള കുട്ടിയാ. ഓഫീസ് ജോലികളിൽ എല്ലാവരെക്കാളും മികവ് കാട്ടിയിരുന്ന അവളാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മേൽനോട്ടം പോലും അവളെ ഏൽപ്പിച്ചത്. അവൾക്കെല്ലാം ഈസിയാണ്. എത്ര കഠിനമായ ജോലികളും അനായാസേന ചെയ്തു തീർക്കും. ജീവിതം ജോലിക്കൊരു തമാശ പോലെ കൊണ്ടുനടക്കുന്ന പെൺകുട്ടി. ജോലിയുടെ ഒരു സ്ട്രെസ് അവളെ ബാധിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫയലൊക്കെ വൈകിയപ്പോൾ അവളുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് തെറ്റിദ്ധരിച്ച് അതിനെ കയർക്കേണ്ടി വന്നു. അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഒരു കമ്പനിയുടെ MD എന്ന നിലയിൽ ഒരു കൊട്ടേഷൻ ഫൈനലൈസ് ചെയ്ത് അയക്കുന്നതിന് മുമ്പ് അവസാനമായി തന്നെ സാക്ഷ്യം വാങ്ങേണ്ടത് തന്നെയാണ്. എങ്കിലും താൻ അവൾക്ക് അനുവദിച്ച സ്വാതന്ത്ര്യം കുറെ കൂടി വിശാലമാണെന്ന് അവൾ ചിന്തിച്ചില്ല. വീണ്ടും എന്നോട് ചോദിക്കണോ എന്നൊരു വികാരമായിരുന്നു തന്നെ അപ്പോൾ ഭരിച്ചത്. താൻ അവളെ എത്ര കണ്ട് വിശ്വസിക്കുന്നു എന്നൊന്നും അവൾക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു കണക്കിന് തന്നെ മാനസികമായി ചൊടിപ്പിച്ചു. അവൾക്ക് താൻ ആരാ? വെറും ബോസ്. തനിക്ക് അവൾ സ്റ്റാഫാണ്. വെറും സ്റ്റാഫ് എന്നതിലുപരി താൻ കുറെ കൂടി അവളെ പരിഗണിക്കുന്നു എന്ന സത്യം അവൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു സങ്കടമായി. അതൊക്കെയാണ് ഒരു ദേഷ്യമായി പരിണമിച്ചത്. അവൾക്കത് ഫീലായി. തന്നെയുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുമോ എന്നതായിരുന്നു റിസ്വാന്റെ ഭയം. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ഫറാനക്ക് പഴയ പ്രസരിപ്പില്ല. അവളുടെ ഉന്മേഷ ഉണർവ് എന്തോ കരിമ്പടം കൊണ്ട് പൊതിഞ്ഞ പോലെ തോന്നി. എന്താ മോളെ, ഭക്ഷണമൊന്നും കഴിക്കാണ്ട് കിടക്കുന്നു? ജോലി കഴിഞ്ഞ് വന്ന് വൈകിട്ടൊന്നും കഴിച്ചില്ലല്ലോ. ഭക്ഷണമൊന്നും കഴിക്കാതെ ഉറങ്ങാൻ കിടക്കുന്ന കണ്ടപ്പോൾ ഉമ്മ ഫാത്തിമ ചോദിച്ചു. എനിക്ക് വിശപ്പില്ല, ഉമ്മ കഴിച്ച് കിടന്നോളൂ. എന്താ മോളെ, നിനക്ക് വല്ല വയ്യായികയുണ്ടോ? നീ ഇങ്ങനെയല്ലല്ലോ, ഇന്ന് എന്തു പറ്റി? എന്നും ജോലി കഴിഞ്ഞ് വരുന്ന മകളുടെ മുഖത്ത് നോക്കി അവളുടെ ഒരു പുഞ്ചിരിയിൽ കാര്യമൊക്കെ മനസ്സിലാക്കിയിരുന്ന ഫാത്തിമ ഉമ്മ
ഇന്നുവരെ ആ മുഖത്ത് ഒരു ദുഃഖം കണ്ടിട്ടില്ല. എത്ര സങ്കടം വന്നാൽ പോലും അതിന്റെ മുകളിൽ കയറി കാര്യങ്ങൾ തീരുമാനിക്കുന്ന കുട്ടിയാണ് തന്റെ മകൾ. താൻ ഇതുവരെ കാണാത്ത ദുഃഖവും പേറിയാണ് ഇന്ന് അവൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മക്ക് മകളുടെ സന്തോഷമില്ലായ്മ വളരെ ഭയപ്പാടുണ്ടാക്കി. ഓഫീസിൽ നിന്നും വീട്ടിൽ പോയിട്ട് റിസ്വാനും സമാധാനം ലഭിച്ചില്ല. അവളോട് അങ്ങനെ പെരുമാറിയത് ശരിയല്ലെന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും കരഞ്ഞുകൊണ്ടുപോയ ഫറാനയുടെ മുഖം അവന്റെ ഉള്ളിൽ കിടന്ന് നീറ്റലുണ്ടാക്കി. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കാറും എടുത്ത് ചുറ്റിയടിക്കാൻ പോകുന്ന മകനെ ഇന്ന് മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്ന കണ്ട് റിസ്വാന്റെ ഉമ്മയ്ക്ക് പന്തികേട് തോന്നി. അവരുണ്ടാക്കിയ ഭക്ഷണമൊന്നും കഴിക്കാൻ വിളിച്ചിട്ട് അവൻ വിശപ്പില്ലെന്ന് പറഞ്ഞ് മുറിയിൽ തന്നെ ഇരുന്നു. ബെഡിൽ കിടന്നുകൊണ്ട് അവൻ ഫറാനയുടെ സോഷ്യൽ മീഡിയകളുടെ ഓരോ അക്കൗണ്ടും പരിശോധിച്ചുകൊണ്ടിരുന്നു. ഒരിടത്ത് പോലും ദുഃഖത്തിന്റെ മുഖഭാവത്തിൽ അവളെ കാണാനേ പറ്റിയില്ല. ഒരു ഫ്രീ ബേഡ് പോലെ പറന്നുല്ലസിക്കുകയാണ് അവൾ അവിടെ ലോകത്തിൽ. അവളുടെ ഓരോ ചിത്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും റിസ്വാനിൽ അവളോടുള്ള താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. റിസ്വാൻ ഓർത്തു, ഈ ഫറാന കുറെ പ്രാവശ്യം അവൾ വീട്ടിൽ വന്നിരുന്നു. ജ്യേഷ്ഠന്റെ ഭാര്യയുടെ പ്രസവ ചടങ്ങുകൾക്കും പ്രസവാനന്തര ചടങ്ങുകൾക്കും പിന്നെ കുട്ടിയുടെ പേരിടൽ, കാതൂത്തൽ, അങ്ങനെ പല പ്രാവശ്യവും അവൾ ആ വീട്ടിൽ മറ്റു പ്രധാനപ്പെട്ട സ്റ്റാഫുകളോടൊപ്പം വന്നിട്ടുണ്ട്. അന്നൊക്കെ തന്നോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹവും മമതയും താനൊരു MD ആയതുകൊണ്ടായിരിക്കുമെന്നാണ് അവന് തോന്നിയത്. ഒരു ദിവസം വീട്ടിലെ ഫംഗ്ഷനിൽ ഭക്ഷണം സെർവ് ചെയ്യായിരുന്ന ഫറാന കറിപാത്രവുമായി സഞ്ചരിക്കവേ അന്നത്തെ ചടങ്ങിന്റെ പുത്തൻ വസ്ത്രവും ധരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വന്ന തന്റെ മേൽ തട്ടി കറി മൊത്തം തന്റെ വസ്ത്രത്തിലായതും അവൾ കൈകൊട്ടി ചിരിച്ചതും ചിരി കൂടിയുന്നവരിലേക്ക് പടർന്നും തുടർന്നുണ്ടായ കോമഡിയൊക്കെ അവൻ ഓർത്തു. ഇതുവരെ ദുഃഖം എന്താണെന്ന് അറിയാത്ത ഒരുവൾ ദുഃഖിപ്പിച്ചുകൊണ്ടാണോ തന്റെ മനസ്സിൽ ഇത്ര അസ്വസ്ഥമാകുന്നെന്ന് പോലും അവന് തോന്നി. അല്ല, അവളോട് തനിക്ക് എന്തോ ഉണ്ട്. അതെ, അത് പ്രണയം തന്നെയാണ്. അതുകൊണ്ടാണ് അവൾ കരഞ്ഞ ഇന്നത്തെ ദിവസം നാം വല്ലാതെ വറീഡായിരിക്കുന്നത്. അവളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം. അവളുടെ സോഷ്യൽ മീഡിയയുടെ പല അക്കൗണ്ടുകളും പരിശോധിച്ചതിൽ നിന്നും അവനൊരു കാര്യം പിടികിട്ടി. പലയിടത്തും അവൾ പേര് പറയാതെ തന്നെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. ജോലി സ്ഥലത്തെ പ്രണയവും ആ പ്രണയത്തിന്റെ ആൾ ജോലിയുടെ ഉടമസ്ഥനാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളെയൊക്കെ അവൾ പലയിടത്തും കുത്തി കുറിച്ചിട്ടുണ്ട്. അവളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം. മനസ്സ് വീണ്ടും പറയുന്നവന് കേൾക്കാം. ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്ന കാരണം ഫറാനയുടെ വയറിൽ തീ കത്തി തുടങ്ങി. താൻ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്. അവരൊക്കെ മുതലാളിമാർ, ഓരോ മിനിറ്റിന്റെ വിലയും എണ്ണി എണ്ണി കണക്കാക്കുന്നവർ. താൻ ആ കൊട്ടേഷൻ നേരത്തെ അയക്കാത്തതുകൊണ്ട് അതിന്റെ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞാണ് ആ കുരിപ്പ് തന്നെ പേടിപ്പിച്ച് കരയിപ്പിച്ച്. അപ്പോഴവന് പണത്തോടാണ് സ്നേഹം. തന്നെ പോലൊരു സുന്ദരിയായ സ്റ്റാഫ് കുറെ നാളായി ജോലി ചെയ്യുന്നൊരു പരിഗണന പോലും അവനിൽ നിന്ന് കണ്ടില്ല. താനാണെങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ അവനുള്ളിൽ കൊണ്ടു നടക്കുന്നു. വേണ്ടാത്തത് മോഹിക്കാൻ പാടില്ലായിരുന്നു. താനെന്തിനു പട്ടിണി അടക്കണം? തന്നെ വഴക്ക് പറഞ്ഞിട്ട് അവനിപ്പോൾ വല്ല ടെൻഷനുണ്ടോ? മാത്രമല്ല, അവനിപ്പോൾ സമാധാനമായിരിക്കും. ഒരു സ്റ്റാഫിനെ വഴക്ക് പറഞ്ഞ സംതൃപ്തി. അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. സമയം എത്രയായോ എന്തോ, ലേറ്റ് ഇട്ടു. 12 മണിയാകുമ്പോൾ പോകുന്നു. ഉമ്മ ഫാത്തിമ മേശപ്പുറത്ത് ഫുഡൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. വയറാണെങ്കിൽ കാളുന്നു. ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഫ്രഷ് റൂമിൽ കയറി ഫ്രഷായി ഒന്നും കഴിക്കാതെ അല്പം പച്ചവെള്ളം എടുത്ത് കുടിച്ചു കയറി കിടന്നതാണ്. 6 മണിക്കൂർ ഒറ്റ കിടത്തും. ഏതായാലും എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും വയറിന് പണി കിട്ടും. അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി വന്ന് പുറത്തിടക്കാൻ ബെഡ്റൂമിന്റെ വാതിൽ തുറക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു പുറത്തുനിന്നും ചെറിയ പടക്കം പൊട്ടുന്ന ഒച്ച കേട്ടത്. അവൾ വേഗം കതക് തുറന്ന് ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ശബ്ദം കേട്ട് ഉമ്മയുപ്പയും ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഹാളിലേക്ക് വന്നിരുന്നു. എന്താ മോളെ പുറത്തുനിന്നൊരു ശബ്ദം? ഫറാനയുടെ ഉപ്പ വീടിന് മുൻവശത്ത് പുറത്ത് ലൈറ്റ് ഇട്ടുകൊണ്ട് ചോദിച്ചു. പക്ഷെ ലൈറ്റ് കത്തുന്നില്ല. ആരോ മനഃപൂർവ്വം അത് ഊരി വെച്ചിരിക്കുന്നു. അറിയില്ലപ്പ, ഞാൻ വെടിവെച്ച കേട്ട റൂമിന് പുറത്തേക്ക് വന്ന്. എന്താ റബ്ബേ, വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിയായി. നിങ്ങൾ വാതിൽ ഉറക്കേണ്ട മനുഷ്യ, അത് വല്ല ജിന്നുമായിരിക്കും. പോക്ക് വരത്തുള്ളതാട്ടോ. കൃത്യം 12 മണിയായപ്പോൾ വീണ്ടും വെടിവെച്ച് മുഴങ്ങി. അതോടൊപ്പം ബാൻഡ് വാദ്യം മുഴങ്ങി. പുറത്ത് ആരൊക്കെയോ ഉണ്ട്. എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. ഇനി വാതിൽ തുറക്കാതിരിക്കുന്നത് ശരിയില്ലെന്ന് കരുതി വാതിൽ തുറന്നു. വാതിൽ തുറന്ന പെട്ടെന്ന് ബാൻഡ് മേളം നിന്നു. ഒരു നിമിഷം അയാളൊന്നും കണ്ടില്ല. അയാൾ വേഗം തിരിച്ചു വന്ന് ഭാര്യ ഫാത്തിമയും മകൾ ഫറാനയുടെയും മുഖത്ത് നോക്കി ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് അറിയണല്ലോ എന്ന് വിചാരിച്ച് ഫറാന ധൈര്യം സംഭരിച്ച് വീണ്ടും പുറത്തിറങ്ങി. മോളെ പോലെ ഉപ്പയുടെയും ഉമ്മയുടെയും വിലക്ക് അവൾ വകവെച്ചില്ല. അവൾ പുറത്തിറങ്ങിയതും ടപ്പേ എന്ന ശബ്ദത്തോടെ 4 ഭാഗത്തുനിന്നും ഗ്രീറ്റിംഗ്സ് കണ്ട് പൊട്ടി. ഒരുപാട് പ്രകാശം അവിടെ തെളിഞ്ഞു. ഞെട്ടിത്തരിച്ചു പോയ അവൾക്ക് മുമ്പിലേക്ക് അവൾക്ക് എന്നും പരിചിതരായ കുറെ ആൾക്കാർ ഹാപ്പി ബർത്ത്ഡേ ഫറാന എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാപ്പ് അടിച്ചുകൊണ്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പടച്ച റബ്ബേ, ഓഫീസ് സ്റ്റാഫുകള്, കൂടാതെ അവരുടെ മധ്യത്തിൽ റിസ്വാൻ സാറ്. എല്ലാവരോടും അടുത്ത് വന്ന് ബർത്ത്ഡേ ആശംസിച്ച് അവളെ കെട്ടിപ്പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ ഫറാന. റിസ്വാൻ അവളുടെ അടുത്ത് നിന്ന് ഷെയ്ക്കാൻ നൽകി പറഞ്ഞു. 2 ദിവസം മുമ്പ് വരെ ബർത്ത്ഡേ ഡേറ്റ് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇന്നലെ വൈകിട്ടത്തെ സമ്പത്തോടു കൂടി അതൊക്കെ മറന്നുപോയി. സന്തോഷം കൊണ്ട് ഫറാന മതി മറന്നുപോയി. റിസ്വാന്റെ നേതൃത്വത്തിൽ ഇത്രയും വലിയ ബർത്ത്ഡേ സർപ്രൈസ് കിട്ടുമെന്ന് അവൾ വിചാരിച്ചല്ല. തന്റെ വീടിന്റെ പൂമുഖവും മുറ്റവും ഒക്കെ വർണ്ണപുഷ്പങ്ങളും ബലൂണുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മിനിയേച്ചറുകളും ലൈറ്റ് സെറ്റപ്പും ശബ്ദ സിസ്റ്റവും. അമ്പമ്പോ,
രാത്രിയിൽ ഒരു വീടിന്റെ വരാന്തയിൽ കയറി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്. അവൾ അതൊക്കെ അങ്ങനെ നോക്കി അന്തം വിട്ട് നിൽക്കവേ ബർത്ത്ഡേ കട്ടിങ്ങുള്ള കേക്കും ടേബിൾ സെറ്റും അവിടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ചുറ്റും കൂടിയുന്നുകൊണ്ട് അവളെ മധ്യത്തിലാക്കി കേക്ക് മുറിക്കാനുള്ള സൗകര്യമുണ്ടാക്കി. നിങ്ങളെന്നാണോ മാറിക്കുന്നത്? ഇങ്ങോട്ട് വരും. ഫറാനയുടെ മാതാപിതാക്കളെയും അവർ ഒന്നിച്ചു കൂട്ടി. എല്ലാവരും ഒന്നിച്ച് ഹാപ്പി ബർത്ത്ഡേ പറയുന്ന സമയത്ത് ഫറാന കേക്ക് കട്ട് ചെയ്തു. വലിയ ഗസ്റ്റായിട്ട് അവിടെയുള്ള റിസ്വാനാണ്. അവളൊരു കഷ്ണം അവന് നേരെ നീട്ടി. അവൻ അതിൽ നിന്നൊന്നെടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്തു. ശേഷം മറ്റേ കഷ്ണം അവൻ കഴിച്ചു. അങ്ങനെ അവൾക്ക് തോന്നിയ പ്രോട്ടോകോൾ അനുസരിച്ച് ഫറാന ഓരോരുത്തർക്കും കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. റിസ്വാന്റെ കണ്ണിൽ അവളോടുള്ള പ്രണയത്തിന്റെ പൂത്തിരി ഫറാന കണ്ടു. തന്റെ 6 മണിക്കൂർ നോമ്പ് കൊണ്ട് അവൾക്ക് അതിന്റെ ഫലം കിട്ടി. അതെ, കേക്ക് ഇപ്പൊ കട്ട് ചെയ്തെങ്കിലും പാർട്ടി നാളെയാണ് കേട്ടോ, അതും ഫറാനയുടെ ചെലവില്, റിസ്വാൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഫറാനയ്ക്ക് ഒന്നുകൂടി ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും പിരിഞ്ഞുപോയി. റിസ്വാൻ ആ സമയത്ത് ഫറാനയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ഐ ലവ് യു ഫറാന. ഫറാനയും തിരിച്ച് മെസ്സേജ് അയച്ചു. ലവ് യു ടു റിസ്വാൻ. അങ്ങനെ ഫറാനയുടെ ഉള്ളിൽ ആഗ്രഹം സഫലമാകുകയായിരുന്നു. റിസ്വാനും ഫറാനയും പിന്നീട് പ്രേമിച്ചുകൊണ്ട് അവരുടെ കമ്പനിയുടെ സുദിനങ്ങളെ സന്തോഷപൂർണ്ണമാക്കി.